കറന്റ്ലി ഞാനുള്ളത് ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിന്റെ ഫ്രണ്ടിലായിട്ടാണ്. ഉസ്ബെക്കിസ്ഥാനിലെ 34 വർഷം പഴക്കമുള്ള ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മലയാളി പിള്ളേർ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് കേട്ടോ. ഈ ഒരു കോളേജ് സിറ്റുവേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ മെയിൻ ഹൈവേയുടെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു കോളേജ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. സോ ഞാൻ ഇന്നിവിടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 സെപ്റ്റംബർ ഇൻടേക്ക് സ്റ്റുഡൻസിന്റെ ഫസ്റ്റ് ബാച്ചിനെ ഇവിടെ ആക്കാനായിട്ട് വന്നതാണ്. സോ സ്റ്റുഡൻസിനെയൊക്കെ ആക്കി അതിനുശേഷം എന്ത് ചെയ്തു, കോളേജിന്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തു. സോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കോളേജിന്റെ ഉള്ളിലോട്ട് പോകാം. കോളേജിന്റെ ഉള്ളിലോട്ട് പോയതിനു ശേഷം കോളേജ് ഫുള്ളായിട്ട് നമുക്കൊന്ന് ചുറ്റി കാണാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. നമ്മുടെ നാട്ടിലെന്നല്ല എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ഇന്ത്യയിൽ തന്നെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. പിന്നെ നമ്മുടെ ഒരു ഉസ്ബെക്കിസ്ഥാന്റെ സ്റ്റഡി സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ക്ലാസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 15 സ്റ്റുഡൻസേ ഉള്ളൂ. അതായത് സ്റ്റുഡന്റ് സ്റ്റാഫ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:15 എന്ന് പറയുന്നതാണ് സ്റ്റുഡന്റിന്റെ സ്റ്റാഫിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും. അത് ഒരു ഉസ്ബെക്കിസ്ഥാന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ ഫാക്കൽറ്റീസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ ഫാക്കൽറ്റീസ് പഠിപ്പിക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് ഫർഗാന. അതായത് ഈവൻ നമുക്ക് എന്തുണ്ട്, കേരളത്തിൽ നിന്ന് ഇവിടെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് അധ്യാപകർ അവൈലബിൾ ആണ്. കേരളത്തിൽ നമുക്ക് കാസർഗോഡ് അനാട്ടമി ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസർ എന്ന് പറഞ്ഞാൽ രോഹിത് എന്ന് പറയുന്ന സാറാണ്. സോ അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് വരുന്ന പിള്ളേർക്ക് ഇതൊരു ഒരു ഡിഫറെന്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് തോന്നാനേ പോകുന്നില്ല. ബിക്കോസ് നമുക്കിത് നമ്മുടെ ഒരു പ്ലേസ് ആയിട്ട് തന്നെ ആയിരിക്കും തോന്നാനായിട്ട് പോകുന്നത്. സോ പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാമ്പസിൽ നമുക്ക് സെപ്റ്റംബർ ഇൻടേക്കിൽ ടോട്ടൽ 350 സീറ്റ്സ് ആണ് ഉള്ളത്. പിന്നെ ഇന്ത്യയിലുള്ള സ്റ്റുഡൻസ് കൂടാണ്ട് പല കൺട്രീസിലുള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പഠിക്കുന്നുണ്ട്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ക്യാമ്പസിന്റെ ഉള്ളിലോട്ട് പോവാം. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ട്, ഇൻഡോർ ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ട്. സോ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സ്പോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും. ദെൻ ഇവിടുന്ന് നേരെ പോയി ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ ക്യാമ്പസായി. ഇന്നലെ നമുക്ക് നാട്ടിൽ നിന്ന് വന്നിരുന്ന ഒരു പാരന്റ്സും ഉണ്ട് സ്റ്റുഡൻസും ഉണ്ട്. അവരെ ക്യാമ്പസ് കാണിക്കാനായിട്ട് വന്നതാണ്. കറന്റ്ലി നമുക്ക് സെപ്റ്റംബർ ഇൻടേക്കിൽ 100+ സ്റ്റുഡൻസ്, 2024 100+ സ്റ്റുഡൻസ് ആണ് നമുക്കുള്ളത്. ലാസ്റ്റ് ഇയർ നമുക്ക് ഉണ്ടായിരുന്നു പറഞ്ഞാൽ 127 സ്റ്റുഡൻസ് ആണ് നമുക്ക് ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നത്. സോ നമ്മൾ നമ്മുടെ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിന്റെ മെയിൻ ക്യാമ്പസിന്റെ ഉള്ളിലോട്ട് എൻട്രി ചെയ്യാനായിട്ട് പോവാണ്. ഇന്ന് സാറ്റർഡേ ആണ്, സ്റ്റുഡന്റിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞായിരുന്നു. ഇത് നമ്മുടെ അക്കാഡമി ബ്ലോക്കാണ് വരുന്നത്. നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ 3510 ബെഡുള്ള ഹോസ്പിറ്റലാണ് ഫർഗാനയ്ക്ക് വരുന്നത്. നമ്മൾ കയറി വരുന്ന സ്ഥലത്തായിട്ട് ചെറിയ ഗ്രോസറി ഷോപ്സ് ഒക്കെ ഉണ്ട്. സ്റ്റുഡൻസിന് കോഫിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് മേടിച്ച് കുടിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ നമ്മൾ അകത്ത് പോയി കഴിഞ്ഞാൽ വളരെ വിശാലമായ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അതുകൂടാണ്ട് തന്നെ സ്റ്റുഡൻസിന് റിഫ്രഷ് ചെയ്യാനുള്ള ഏരിയാസ് ഉണ്ട്. സ്റ്റുഡൻസിന് ഔട്ട് സൈഡിൽ നിന്ന് പഠിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിന്റെ അതിസുന്ദരമായ ക്യാമ്പസിന്റെ ഉള്ളിലോട്ട് കയറി നോക്കാം. നമ്മുടെ നാട്ടിലുള്ള ജമന്തിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു മെയിൻ്റനൻസ് ആണ്. നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ മനസ്സിലാവും. അതുപോലെ ഗ്രീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിയൊക്കെ വെച്ചിട്ട് അത് വളരെ നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട് പോലെയൊന്നുമല്ല കണ്ടോ, ഇത് അവിടെയൊക്കെ പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട്. എന്താ ഭംഗിയാണല്ലേ. ഇത് നമുക്ക് ഒരിക്കലും കണ്ടു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ കോളേജിന്റെ ക്യാമ്പസ് ആണെന്ന് ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല. നമ്മുടെ നാട്ടിലൊരു ഒരു പാർക്ക് പോലെ ഉണ്ടല്ലേ, കണ്ട ചെടിയൊക്കെ നോക്കി എന്ത് ഭംഗിയായിട്ട് ആ ചെടികളൊക്കെ നട്ടിട്ട് അതിനെന്ത് ചെയ്തിട്ടുണ്ട്, ആ സ്പ്രിംഗ്ലറൊക്കെ സെറ്റ് ചെയ്ത് എവരിഡേ വെള്ളം ഒഴിച്ച് ഫുള്ള് നീറ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് വരുന്നത്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് റെസ്റ്റോറൻറ്റ് ഉള്ളിൽ കയറി നോക്കാം. കറന്റ്ലി സ്റ്റുഡൻസിന്റെ ക്ലാസ് ഏകദേശമൊക്കെ ഓവറായി, അതുകൊണ്ട് തന്നെ റഷ് കുറച്ച് കുറവാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റെസ്റ്റോറൻറ്റ് ഉള്ളിൽ കയറാം. എന്തായാലും ഇത് നമുക്കൊരു കോളേജിന്റെ റെസ്റ്റോറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കോളേജിന്റെ കഫറ്റേറിയ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല അല്ലേ. നമ്മുടെ നാട്ടിലുള്ള ഒരു മൾട്ടി കസിൻ റെസ്റ്റോറൻറ്റ് പോലെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ബൊഫേ സിസ്റ്റം ആണ്. എന്തൊക്കെ ഫുഡ്സ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അവരെന്ത് ചെയ്യും, അവർ ആ ഫുഡ്സൊക്കെ എന്ത് ചെയ്യും ഇവിടെ വച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിനുള്ള ഫുഡ് എടുത്തിട്ട് പോവാം. ഫുഡ് എടുത്തിട്ട് പോയതിന് ശേഷം എന്ത് ചെയ്യാം, അവർക്ക് ചൂടാക്കി വേണമെങ്കിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, ഒന്നുകൂടെ ചൂടാക്കി അവർക്ക് കൊടുക്കും. പിന്നെ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു സംഭവമാണ് ലെമൺ ടീ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് സംഭവം കേട്ടോ. ഇവിടെ നോർമലി ഉപയോഗിക്കുന്ന കപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കപ്സാണ് യൂസ് ചെയ്യാറുള്ളത്. സോ എന്ത് ചെയ്യാ, ഇവർ നോർമലി ഏറ്റവും കൂടുതൽ കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ ലെമൺ ടീ ആണ്. പിന്നെ വേറെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്,
ഗ്ലാസ് ആണ് ഉപയോഗിക്കാറ്. പക്ഷെ ഇവിടെ നോർമലി ചായ കുടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതുപോലത്തെ കപ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ദെൻ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് പ്ലേറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ, സ്പൂൺ അങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. അതെല്ലാം എടുത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കഴിക്കാനായിട്ട് പറ്റും. സോ നീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കേട്ടോ. അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവരെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദെൻ രണ്ട് സൈഡിൽ എന്തുണ്ട്, സ്റ്റുഡൻസിന് വന്നിരുന്ന് ഫുഡ് കഴിക്കാനായിട്ടുള്ള ഏരിയ ഉണ്ട്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. ഇതൊരു വലിയ ഏരിയ ആണ്. അതായത് ഒരു സൈഡിൽ തന്നെ ഏകദേശം എന്താ ഒരു 100ഓളം സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, അറ്റ് എ ടൈം ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ടുള്ള സ്പേസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നേരെ പുറത്തു പോവാം. പുറത്തു പോയിട്ട് ബാക്കി സ്ഥലമൊക്കെ കാണാം. ഒരു ക്യാമ്പസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ കോളേജസ് ഒക്കെ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയ ഗവൺമെന്റ് കോളേജസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെസിലിറ്റിയിൽ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് എന്ത് കാംഫുൾ ആയിട്ടിരുന്ന് പഠിക്കും. ശരിയല്ലേ? അതുപോലെ മരങ്ങളൊക്കെ നട്ടുപിടിച്ചു. ഇതിനകത്ത് വരുമ്പം തന്നെ എന്തുണ്ട്, ഒരു ഫ്രഷ് എയർ ഫീലിംഗ് ഉണ്ട്. പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് MBBS പഠിക്കുന്ന ഉസ്ബെക്കിസ്ഥാനിലെ ഒരു ക്യാമ്പസാണിത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറന്റ്ലി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന എല്ലാ നോംസും പ്രോപ്പർലി പാലിക്കുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ്, ഒരു കൺട്രി കൂടിയാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ നിന്ന് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔട്ട്ഡോർ ചെസ് സ്റ്റേഡിയം ഉണ്ട് കേട്ടോ. സോ സ്റ്റുഡൻസിന് ഇതെന്താണ്, ഈ കൾച്ചറൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവർക്ക് ചെസ് കോമ്പറ്റീഷൻ നടത്തുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇതാണ് ഒരു ഔട്ട്ഡോർ ചെസ്സിന്റെ ഒരു സ്റ്റേഡിയം വരുന്നത്. അതും നല്ല ഭംഗിക്ക് എന്ത് സൈഡിൽ ലൈറ്റൊക്കെ വെച്ചിട്ട്, ഇവിടെ റോസയൊക്കെ ഉണ്ട്, റോസയൊക്കെ നട്ടുപിടിപ്പിച്ച് ഭയങ്കര ഭംഗിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിന്റെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു ക്യാമ്പസ്, ഇവിടെ 2 ക്യാമ്പസുള്ള 9th ബേസും ഉണ്ട്, മെയിൻ ക്യാമ്പസും ഉണ്ട്. ഇതാണ് മെയിൻ ക്യാമ്പസ് എന്ന് പറയുന്നത്. ഈവൻ നമ്മൾ 9th ബേസിൽ പോയാലും മെയിൻ ക്യാമ്പസിൽ പോയാലും നമുക്ക് ഇതുപോലുള്ള കുറേ ഹട്ട്സുകൾ കാണാൻ പറ്റും. ഓക്കെ, ഈ ഹട്ട്സ് ഇവർ ചെയ്തിരിക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, സ്റ്റുഡൻസിന് ഫ്രീ ടൈംസിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വന്നിരിക്കാൻ പറ്റും, അവർക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും, ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഹട്ട്സ് ഒക്കെ വെച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ഒരു ഓഡിറ്റോറിയം ആണ്. ഒരു 400 സീറ്റ്സ് കപ്പാസിറ്റി ഉള്ള ഒരു ഓഡിറ്റോറിയം ആണ് വരുന്നത്. ദെൻ ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ട്, ഒരു ഫൗണ്ടെയിൻ ഉണ്ട്. അത് ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് സ്റ്റുഡൻസിന് ഫ്രീ ടൈമിൽ വന്നിരിക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാനും എന്തെങ്കിലും ടെൻഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാനും ഒക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പാർക്ക് പോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഭംഗിയായിട്ട്. ഇത് നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ ഇല്ല, ഇതൊന്ന് വന്ന് നേരിട്ട് കാണണം. നേരിട്ട് കണ്ടാൽ മാത്രമേ ഈ ഒരു ക്യാമ്പസിന്റെ ബ്യൂട്ടി എന്താണെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ആ ഒരു ഫൗണ്ടൈനിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ വെള്ളമൊക്കെ പോകുന്നുണ്ട്. ദെൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചുറ്റിലും എന്താ നമ്മുടെ ബെഞ്ച് ഇട്ടിട്ടുണ്ട്. സോ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, ഫ്രീ ടൈംസിലൊക്കെ ഇവിടെ വന്ന് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കും. ഓക്കെ, ദെൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോബയോളജി, അത് കൂടാണ്ട് ഫാർമക്കോളജി ഒക്കെ വരുന്ന നോൺ ക്ലിനിക്കൽ സബ്ജക്ട്സിന്റെ ക്ലാസ് നടക്കുന്ന ബിൽഡിംഗ് ആണ്. ഓക്കെ, പിന്നെ അത് കൂടാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ചെറിയൊരു കോൺഫറൻസ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, സ്റ്റുഡൻസിന് എന്ത് ചെയ്തു, ഫ്രീ ആവുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രൂപ്പ് ഡിസ്കഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ വന്നിരുന്ന് അവർക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ബാക്കിയുള്ള ഇതിനു വേണ്ടിയാണ് എന്ത് ചെയ്തേക്കുന്നത്, ആ ഒരു ഏരിയ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്യാമ്പസിന്റെ അടുത്തൊരു ഏരിയയിലോട്ട് പോവാം. സോ ഇത് നമ്മുടെ അക്കാഡമി ബ്ലോക്സ് ആണ്. ഇവിടെ നോർമലി നോൺ ക്ലിനിക്കൽ സബ്ജക്ട്സിന്റെ ക്ലാസ് ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇവർക്ക് ഫ്ലവേഴ്സ് അതുപോലെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? എന്തോരം ഫ്ലവേഴ്സ് അല്ലേ അവർ നട്ടേക്കുന്നത്. നല്ല റെഡ് റോസ്, വൈറ്റ് റോസ്, അങ്ങനെ എന്തോരം ഫ്ലവേഴ്സ് അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെന്ന് നോക്കിയേ. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. ശരിയല്ലേ? പിന്നെ ഇവർക്ക് അടുത്തുള്ള സംഭവം എന്ന് പറഞ്ഞാൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, ദെൻ എന്താണ് ഫ്രൂട്ട്സ് പ്ലാന്റ് നട്ടുപിടിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇതാ കാര്യം. മരങ്ങളോടും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റിനോടൊക്കെ ഇവർക്ക് ഭയങ്കര കമ്പമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ആ നിൽക്കുന്ന 2 മരങ്ങളുണ്ടല്ലോ, ആ നിൽക്കുന്ന 2 മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ 30ാമത്തെ ആനിവേഴ്സറിയുടെ അന്ന് നമ്മുടെ മലയാളി സ്റ്റുഡൻസ് നട്ട മരങ്ങളാണ് കേട്ടോ ഇത് രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അന്ന് ആ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇനി നമുക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിന്തറ്റിക് ട്രാക്കും അത് കൂടാണ്ട് ഒരു ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയം ആണ്. സോ നമുക്ക് സ്റ്റേഡിയം കാണാം. അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള, അതായത് അനാട്ടമിയുടെ ക്ലാസ്, അത് കൂടാണ്ട് തന്നെ ഫോറൻസിക് മെഡിസിൻ, ജുഡീഷ്യൽ മെഡിസിൻ, ഇങ്ങനെയുള്ള സബ്ജക്ട്സുകളുടെയൊക്കെ ക്ലാസ് നടക്കുന്ന അക്കാഡമി ബ്ലോക്ക് ഉണ്ട്. ദെൻ അവിടെ സിമുലേഷൻ സെന്റർ ഉണ്ട്. ദെൻ സിമുലേഷൻ സെന്റർ കഴിഞ്ഞിട്ടിരിക്കുന്ന ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ മൈക്രോബയോളജിയുടെ ലാബാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്റ്റേഡിയം എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്തൊരു പുറത്തൊരു സിന്തറ്റിക് ട്രാക്ക് ഇട്ടിട്ടുണ്ട്. അതായത് പിന്നെ അത്ലറ്റിക് റിലേറ്റഡ് കാര്യങ്ങൾ, അതായത് ഓട്ടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണ്ടി ഒരു സിന്തറ്റിക് ട്രാക്ക് ഉണ്ട്. അത് കൂടാണ്ട് എന്തുണ്ട്, സ്റ്റുഡൻസിനെ ഫുട്ബോൾ കളിക്കാനായിട്ടുള്ള ഒരു ഏരിയ അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, സിന്തറ്റിക് ഗ്രാസ് ഒക്കെ വെച്ചിട്ട് വളരെ നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവർ അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് ആക്കി വച്ചിരിക്കുന്നു എന്നതല്ല, ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതാണ് സത്യത്തിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇത് അറൗണ്ട് ഒരു 3 years ബാക്ക് അവർ ബിൽഡ് ചെയ്തതാണ്. ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അത് അവർ പ്രോപ്പറായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നോർമലി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് കോളേജിലാണ് ഇതുപോലത്തെ സംവിധാനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടെന്ന് കഴിഞ്ഞാൽ ഒരു 2-3 മാസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു തീരുമാനമാകും. ശരിയല്ലേ? അത്രയും നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, വെൽ ആൻഡ് ക്ലീൻ. ഭയങ്കര ഗ്രീനി ആയിട്ടുള്ള ക്യാമ്പസ്. നമുക്ക് നീറ്റിൽ മാർക്ക് ഇച്ചിരി കുറഞ്ഞു പോയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് നാട്ടിൽ അഡ്മിഷൻ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. വളരെ ബഡ്ജറ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, MBBS പഠിക്കാനായിട്ട് സാധിക്കും. നമുക്കിവിടെ ട്യൂഷൻ ഫീസ് വരുന്ന അറൗണ്ട് $3,500 ആണ്. അതായത് ഒരു 6 വർഷത്തെ ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 17 ലക്ഷം രൂപ, 17 lakhs ആണ് ട്യൂഷൻ ഫീസ് വരുന്നത്. പിന്നെ ലിവിംഗ് കോസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു 6 years ഏകദേശം ഒരു 10 to 12 lakhs നമുക്ക് ടോട്ടലായിട്ട് ലിവിംഗ് കോസ്റ്റ് വരും. അപ്പോൾ വളരെ ബഡ്ജറ്റീവായിട്ട് നമുക്ക് MBBS പഠിക്കാൻ പറ്റുന്ന ക്യാമ്പസാണ്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനാറ്റമി, അത് കൂടാണ്ട് ജുഡീഷ്യൽ മെഡിസിൻ, ഫാർമക്കോളജി അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെയൊക്കെ ക്ലാസ് നടക്കുന്നത് ഈ ഒരു ബിൽഡിങ്ങിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. സോ ഇത് നമ്മുടെ സിമുലേഷൻ സെന്റേഴ്സ് ആണ്. സോ അപ്പോൾ നിങ്ങൾക്ക് നോർമലി ചിന്തിക്കുന്നുണ്ടാവും എന്താണ് സിമുലേഷൻ സെന്റർ എന്നുള്ള കാര്യം അല്ലേ. സിമുലേഷൻ സെന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് ഹോസ്പിറ്റലിലോട്ട് ക്ലിനിക്കൽസിന് പോകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും, അവർക്ക് പിന്നെ അതിന്റെ പ്രാക്ടിക്കൽസ് കൊടുക്കും. ഇപ്പോൾ സർജറി ആണെങ്കിൽ സർജറി റിലേറ്റഡ് ആയിട്ടുള്ള സിമുലേഷൻസ് ഉണ്ടാവും. ദെൻ പീഡിയാട്രിക് പോവാണെങ്കിൽ പീഡിയാട്രിക് റിലേറ്റഡ് സിമുലേഷൻസ് ഉണ്ടാവും. ദെൻ ഗൈനിക് ആണെങ്കിൽ ഗൈനിക് റിലേറ്റഡ് ആയിട്ടുള്ള സിമുലേഷൻസ് ഉണ്ടാവും. സോ അത് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റുഡന്റ് ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് സ്റ്റുഡൻസിന് യാതൊരു തരത്തിലുള്ള എന്തും ഉണ്ടാവത്തില്ല, ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അത് വളരെ വലിയൊരു ബെനിഫിറ്റാണ് കേട്ടോ, നമ്മുടെ ഈ ഒരു ക്യാമ്പസിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. നോർമലി സിമുലേഷൻ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കോളേജുകളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ക്ലാസ് റൂമിന്റെ അത്ര മാത്രമൊക്കെ ആയിരിക്കും അവർ ഫെസിലിറ്റി വെച്ചേക്കുന്നത്. ഇതൊരു എൻറ്റയർ ബ്ലോക്ക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ സിമുലേഷൻ സെന്റർ ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിന്റെ ബാക്കിലായിട്ട് ഒരു മൈക്രോബയോളജിയുടെ ലാബ് ഉണ്ട്. സോ അവിടെയാണ് ഇവർക്ക് മൈക്രോബയോളജിയുടെ ക്ലാസ്സും ആ മൈക്രോബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലാബിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നത്. ഇവിടുത്തെ പൂക്കളുടെ ഒരു കളർ ഉണ്ടല്ലോ, ഭയങ്കര തിക്കായിട്ടുള്ള കളറല്ലേ, ശരിയല്ലേ? എന്തോ ഭംഗിയാന്ന് നോക്കിയേ, ഭയങ്കര തിക്കായിട്ടുള്ള ഒരു കളറാണ്. സോ ഇതാണ് നമ്മുടെ മൈക്രോബയോളജിയുടെ ലാബ് വരുന്നത്. സോ കറന്റ്ലി 2025 സെപ്റ്റംബർ ഇൻടേക്കിന്റെ ആപ്ലിക്കേഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിദേശത്തുള്ള ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ MBBSന്റെ അഡ്മിഷൻ നോക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഉറപ്പായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.